തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ശനിയാഴ്ച കാലത്ത് 10:30 തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരന് സ്വീകരണം നൽകും. ദൈനംദിന ചെലവുകൾ ബസ് വ്യവസായത്തിന് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെയധികം ക്രമാതീതമായ ചെലവ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 34,000 ബസ്സുകളുടെ സ്ഥാനത്ത് ഇന്ന് 8,000 ചോടെ ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ലാഭകരമല്ലാത്ത ഒരു ഫീൽഡാണെന്നും പിന്നീടുള്ള ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ വീണ്ടും പിടിച്ചു നിൽക്കുന്നത് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും ഒരു ജോലി എന്ന രീതിയിലാണ് ഈ വ്യവസായത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഷ്ടം സഹിച്ചും പലരും ഈ ഫീൽഡിൽ ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. പ്രവർത്തന ചെലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബസ്സുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുഗതാഗത മേഖലയിൽ ഭൂരിപക്ഷം യാത്രക്കാരുടെയും യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതുമാണ് സ്വകാര്യ ബസ് മേഖല. സാധാരണക്കാരുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാ ഉപാധിയായ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖല കൂടിയാണിത്. കോടിക്കണക്കിന് രൂപ പ്രതിവർഷം സർക്കാരിന്റെ ഖജനാവിലേക്ക് മുൻകൂറായി നികുതി ഇനത്തിൽ വരുമാനം ഉണ്ടാക്കുന്നതും ₹1 മിനിമം ചാർജിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാര്യങ്ങൾ ഒരു ചർച്ചാ വിഷയമാക്കി സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മോട്ടോർ വാഹന വകുപ്പിലെയും പോലീസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് ശനിയാഴ്ച നടക്കുന്ന വാർഷിക ജനറൽ ബോഡി യോഗം ഇത് ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ, ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജിനചന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ ടി മനാഥൻ, കെ ദയാനന്ദൻ, ജോയിന്റ് സെക്രട്ടറിമാരായ NP വിജയൻ, AK ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.